ഇതായിരുന്നു കേട്ടോ ഈ വർഷത്തെ ഞങ്ങളുടെ വിഷുക്കണി എന്ന് പറയുന്നത്. തലേദിവസമാണ് പോയി എല്ലാ സാധനങ്ങളും മേടിച്ചത്, സ്പെഷ്യലായിട്ട് ഈ വിഗ്രഹമൊക്കെ. കാരണം ഋതു അതൊക്കെ താഴ്ത്തിട്ട് പൊട്ടിച്ചായിരുന്നു നേരത്തത്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും ഇതൊക്കെ നമ്മൾ അലങ്കരിച്ച് സെറ്റാക്കിയൊക്കെ വെച്ച് കണിയൊക്കെ കണ്ടു. ഋതുവിനെ കണി കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ തുറക്കൂലടാ, ഞാൻ തുറക്കൂല, നമ്മൾ കണ്ണ് തുറക്കുക. വെറുതെ കരച്ചിലായിരുന്നു. എനിക്ക് കാണണ്ടേ, എന്നെ കട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി, എനിക്ക് കട്ടിലേക്ക് പോയി കിടന്നാൽ മതി എന്നുകൊണ്ട് ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് ആ കണ്ണൊന്നും തുറന്നു പോലും നോക്കിയില്ല. വേണ്ട 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 നമ്മൾ നോക്കിയില്ല. അങ്ങനെ കൊച്ചിൻ്റെ കണി കാണൽ ചീറ്റിപ്പോയി. സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകുമെങ്കിലും ഇങ്ങനെ വിശേഷമുള്ളപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പം ഞാനതിന് വീട്ടിൽ നിന്ന് ചേട്ടനെയും കൊച്ചിനെയും വിളിച്ച് രണ്ടുപേരും വന്നില്ല. രണ്ടുപേരും നല്ല ഉറക്കാണ്. ഞാൻ ഓർത്ത് അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, എനിക്കേതായാലും പോകണമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി, എനിക്കങ്ങനെ ഉടുക്കാൻ അറിയാൻ പാടില്ല, അറിയാവുന്ന പോലെയൊക്കെ സെറ്റൊക്കെ തപ്പിപ്പെറുക്കി ഉടുത്ത് അതേ നമ്മുടെ അടുത്ത് അമ്പലത്തിൽ തൊട്ടടുത്താണ് കേട്ടോ. നമ്മൾ കുറച്ചങ്ങോട്ട് ഇറക്കാമെന്ന് ഒരു 5-10 മിനിറ്റ് അമ്പലത്തിൽ വന്നു. ഇത് കണ്ടോ, എനിക്ക് അമ്പലത്തിൽ വന്നപ്പോൾ അവിടുത്തെ ശാന്തി തിരുമേനി നമുക്ക് കൈനീട്ടം തന്നു. അങ്ങനെ കൈനീട്ടവും മേടിച്ചു, പ്രസാദവും കിട്ടി. നമ്മളിനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ.